സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ അധികം വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി മുതൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമുക്ക് റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ടുള്ള ഫോട്ടോസ് സിമ്പിളായിട്ട് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണിക്കും. സോ അതിൽ എഡിറ്റ് ഫോട്ടോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സോ എഡിറ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ബോർഡർ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇന്നർ ബോർഡർ നമുക്ക് 0 ആക്കി കൊടുക്കുക. ഔട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. സോ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ആണ് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് റേഡിയസ് കൂടി അഡ്ജസ്റ്റ് ചെയ്യുക. സോ റൗണ്ട്നെസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ടുള്ള കൊളാഷ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് മേക്ക് എ കൊളാഷിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ 3 ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ 3 ഫോട്ടോസ് ലോഡായി വന്നിട്ടുണ്ട്. സോ ഇനി റേഷ്യോ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പോർട്രേറ്റ് റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോട്ടോൻ്റെ പ്ലേസ്മെൻറ്റ് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാ ഫോട്ടോയും സൂം ചെയ്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാ ഫോട്ടോയും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബോർഡർ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ നെക്സ്റ്റ് ഇവിടെ ലേ ഔട്ട് ഓപ്ഷൻ ഉണ്ടാവും, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലേ ഔട്ട് ഓപ്ഷൻ ഉണ്ടാവും. സോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ലേ ഔട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സോ അതിലോട്ട് ബോർഡറിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം തിക്നെസ് സെലക്ട് ചെയ്യുക. തിക്നെസ് ഫോട്ടോനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. റൗണ്ടഡ് കോർണേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ റേഡിയസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എത്രയാണ് കോർണർ റേഡിയസ് നമുക്ക് ആവശ്യം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. സോ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്യുന്നത്. സോ ബ്ലാക്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുണ്ടാവും. സോ ഫൈനലി ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ആക്കി വയ്ക്കുക. സോ നെക്സ്റ്റ് ഇമേജ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇമേജ് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും.